എടോ ഈ മാരാർ ആരാന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇതിലും മുമ്പെന്താ പറഞ്ഞതെന്നറിയാം, ബിഗ് ബോസിൽ കിടക്കുന്ന പെണ്ണുങ്ങളെല്ലാം കടന്നു കൊടുത്തിട്ടാണ് കയറുന്നതെന്ന്. അന്ന് ഒരു ടീം പോലും എന്ന് പറഞ്ഞാൽ ഇവനെതിരെ പറയാനോ അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കരിയോയിലുമായിട്ട് പോകുന്ന കുറേ ടീമുകളുണ്ടല്ലോ, ആരെങ്കിലും മുണ്ടിയിട്ടുണ്ടോ? എന്തുകൊണ്ടാ ഇവരെല്ലാവരും കൂടിയിട്ട് അന്ന് എന്ന് പറഞ്ഞാൽ മാരാറേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് സോഫ്റ്റാ. കാരണം എന്താ, മാരാറ വായിന്ന് കേൾക്കേണ്ടി വരും. അങ്ങനെ അവൻ്റെ വായിന്ന് കേൾക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്കെന്തോ ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോഴത്തരം എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ ഇങ്ങനെ പറയാൻ തുടങ്ങി. മാരാറ് എന്ന് പറയുന്നവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു ശീലമായി എല്ലാവർക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് അയാൾ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അയാളെ ഭാര്യനെ അയാൾ എന്താ ചെയ്യുക, അതുപോലെ തന്നെ അയാൾ അമ്മായിയമ്മേനെ പറ്റിയിട്ട് പറയുന്നത്, പിന്നെ സ്വന്തം അമ്മേനെ പറ്റിയിട്ട് പറയുന്നത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാ? അതായത് ശരിക്കും അയാൾ ഒരു സ്ത്രീ വിരുദ്ധനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അയാളുടെ പെരുമാറ്റം. അതായത് ഒരു ഇത്തിരി പ്രായമുള്ള ഒരു അമ്മ മകന് 50 ലക്ഷവും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയേണ്ടത് ഉദ്ഘാടനത്തിന് 5 ലക്ഷം വാങ്ങിക്കുന്നവൻ, വലിയ വലിയ ഫ്ലാറ്റുകളും വണ്ടികളും ഒക്കെ വാങ്ങിക്കുന്നത്, എന്നിട്ടും അമ്മയ്ക്ക് ജീവിക്കണമെങ്കിൽ അവർ തൊഴിലുറപ്പിന് പോകണം എന്ന് പറയുന്ന മകൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് വേറെ ഗതിയില്ലാതുകൊണ്ടായിരിക്കൂലേ തൊഴിലുറപ്പിന് പോകുന്നത്. എന്നിട്ട് തൊഴിലുറപ്പിന് പോകുന്ന എനിക്ക് അഭിമാനമാണെന്ന് പറയുന്ന മകൻ. അങ്ങനെയുള്ളൊരു മകനാണ് ഈ അഖിൽ മാരാറ് എന്ന് പറയുന്നവൻ. അങ്ങനെ അവൻ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിലൊക്കെ ഇരിക്കുമ്പോൾ ഇവൻ്റെ ഭാര്യയുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? വളരെയധികം വിഷമത്തോടു കൂടി മുഖം കുനിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ അറിയാം, ഇവൻ്റെ 50 ലക്ഷവും കാറും ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ സ്ത്രീ ഇവനെ സഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നിമിഷം പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വീട്ടിൽ താമസിപ്പിക്കത്തില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ കാരണക്കാരി ആ സ്ത്രീ തന്നെയാണ്. ഇവനെ പോലെയുള്ള ഒരുത്തനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം. എന്തെങ്കിലും ഒരു നിലവാരമുണ്ടോ ഇവനിപ്പോഴും കുറച്ച് പൈസ കിട്ടിയെന്നല്ലാതെ കുറേ നാൾ മുമ്പ് വരെ ഇവൻ എന്തൊക്കെയാ പറഞ്ഞ് ലുലു മാളിൻ്റെ മുമ്പിൽ പോയിട്ട് തുണിപൊക്കി നിൽക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്തൊക്കെയാണ് ഇവൻ പറയുന്നത് അവന് തന്നെ അറിയില്ല അവൻ എന്താ പറയുന്നതെന്ന്. അപ്പം അങ്ങനെയുള്ള ഒരുത്തനാണ് ഇപ്പോൾ വന്ന് പറയുന്നത് പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്, ഒരു കുഴപ്പമില്ല, ആ ദൈവം പ്രസവിച്ചിട്ടുണ്ടായിരിക്കും പോയിട്ട്. അല്ല, ഇവന് പ്രസവിക്കലാണോ പണി? ഇവൻ എവിടെയാ പ്രസവിച്ചിനി? അങ്ങനെയാണെങ്കിൽ ഇവനൊരു കാര്യം ചെയ്യേണ്ട, ഇവൻ്റെ ഭാര്യനെയും മക്കളെ എന്തുകൊണ്ട് ഇവൻ്റെ ഭാര്യയെ പ്രസവിക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ട് ആശുപത്രിയിൽ പോയി ഇവന് വീട്ടിൽ പ്രസവിച്ച പോരെ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ രണ്ട് പ്രസവവും ആശുപത്രി കൊണ്ടുപോയില്ലേ? ഇവൻ എന്നിട്ട് പറയുകയാണ് സുഖപ്രസവമാണ് നല്ലത്, മറ്റേതാണ് ആശുപത്രിക്കാർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇവിടുന്ന് നെല്ല് കുത്തിയിട്ട് അപ്പുറത്ത് പോയിട്ട് പ്രസവിക്കലാന്ന്. എടോ, അന്ന് വെറും ദാരിദ്ര്യമാണ്. അന്ന് ഈ നെല്ല് കുത്തിയില്ലെങ്കിൽ തിന്നാനൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ 12ഉം 13ഉം പ്രസവിച്ചിട്ടാണ് 2 ആൾ ബാക്കിയാകുന്നത്. അത് മനസ്സിലാക്കാതെയോ? അതിലെന്ന് പറഞ്ഞാൽ 10 മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവത്തോടു കൂടി മരിച്ചു പോക്കാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും 2 ആണെങ്കിൽ 2 ജീവനോടെ കിട്ടുന്നില്ലേ? അത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഭാഗ്യം, ഒരു വലിയ മാറ്റമല്ലേ? ഇവനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാം? അതായത് ഇവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ചാടി ഇവിടെയും ചാടി ഇവിടെയും ചാടി അവിടെയും ചാടി. ഏതായാലും ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇവനെ പോലെയുള്ള ആൾ ഇല്ലടത്തോളം കാലം എന്ന് പറഞ്ഞാൽ BJP-ക്കാരുടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഇതുപോലെ വർഗീയതയായിട്ടോ ഇതായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെയാണ് ഇവരുടെ സ്ഥാനാർത്ഥികളായാലും പല ആൾക്കാരും ഇങ്ങനെ പറിച്ചു വിടുന്നത്. ഇതിനെയൊന്ന് നിയന്ത്രിക്കാൻ ഒരു നേതാവ് പോലും ഇല്ലല്ലോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സാബുവിനോട് എനിക്ക് പറയാനുള്ളത് കുറച്ചൊക്കെ ബോധമുള്ളവനെ സ്ഥാനാർത്ഥിയാക്കി. അല്ലാതെ 2020 എന്ന് പറയുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാർട്ടിയല്ലേ, കുറച്ചൊക്കെ ബോധം. ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്ക് വന്നത് കോതക്ക പാട്ട് എന്ന് പറയുന്ന പോലെ ഇന്ന് എല്ലാവരും ഒന്ന് ഒട്ടിക്കുന്നില്ല തേച്ചിട്ട് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ വരെ തനിക്ക് എതിരാവുമായിരുന്നു. ആ പൈസ ഉണ്ടാവട്ടാ, ആ പൈസ വിചാരിച്ചിട്ട് മാത്രം എല്ലാവരും കൂടി ഉണ്ടാവും. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ആ പൈസ ഉള്ളിടത്തോളം കാലം നീ സേഫാണ്, വേറെ ഒന്നുമല്ല. പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ നീ ഇപ്പോഴൊരു പരിഹാസ കഥാപാത്രമാണ്. അതായത് ഒരു കോമാളിത്തരമാണ് പറയുന്നത് മുഴുവൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് പോലും ബലിയില്ലാത്ത, ഇപ്പം ഇന്നലത്തോട് കൂടിയിട്ട് ഇവൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ ഇവൻ പറയുന്ന കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഇവൻ്റെ മനസ്സിലിരിപ്പം എന്താണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഇവനെതിരെ ശബ്ദിക്കാൻ വേണ്ടിയിട്ട് ഒരാളുമില്ല. ആ ഒരു കടന്നു കൊടുത്തിട്ടാണ് ബിഗ് ബോസ് കയറുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും അതിനെതിരെ ശബ്ദിച്ചിട്ടില്ല. എന്നാൽ ഇവൻ അന്ന് തന്നെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൽ കയറിയ പെണ്ണുങ്ങളാരെങ്കിലും വന്നാൽ അതും വന്നിട്ടില്ല. അവരൊന്നും വന്നിട്ടില്ല. ഏതോ ഒരു 1-2 ആൾക്കാരെന്തോ പറഞ്ഞു എന്നല്ലാതെ, അതും ഫേസ്ബുക്കിലൂടെ പറഞ്ഞു എന്നല്ലാതെ വേറെ ഒന്നിനും വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവൻ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫേമസ് ആകണം. അതാരുടെ ഇതായാലും വേണ്ടിയില്ല, ആരെ ഭാഗത്ത് എന്ത് പറഞ്ഞിട്ടായാലും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവൻ എന്ന് പറയുന്നത് കുറച്ച് മീഡിയേൻ്റെ ഇത് കുറയുമ്പോഴേക്കും ഇവൻ എന്തെങ്കിലും ഒരു വിവാദമായിട്ട് വരും. വിവാദമല്ല, മറ്റുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ച് ഒട്ടിച്ചുകൊണ്ട്, അതായത് ഇപ്പം മാതൃത്വത്തിന് പോലും ഒരു വില പോലും കൊടുക്കാത്ത തരത്തിൽ സുഖപ്രസവം മറ്റേ ഇതാണ്, അല്ലെങ്കിൽ പ്രസവിക്കുന്ന ഇങ്ങനെയാണ്, വലിയ കാര്യമൊന്നുമല്ല, നമുക്ക് ചിരിച്ച് കളിച്ച് പോയിട്ട് പ്രസവിച്ച് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെ. എന്നിട്ട് ഇന്ന് അവൻ പറയുന്നത് എന്താ അറിയാം, ആർക്കും മനസ്സിലായിട്ടില്ല ഞാൻ പറയുന്നത് എന്ന്.
സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ആ ഒരു പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയിട്ട് വീട്ടുകാർ ഒന്നിക്കൽ ഓനെ മരുന്ന് കൊടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്താണെന്ന് ബായിക്ക് വന്ന കോതക്ക പാട്ട് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിവാദമാക്കരുത്. അതായത് ഒരുത്തൻ അങ്ങനെ എവിടുന്നോ എന്തോ പറയുന്നതെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തിനാണ് അതൊരു വിവാദമാക്കുന്നത്? അയാൾ ഇങ്ങനെ പലതും പറഞ്ഞ് ഇങ്ങ് പോയിക്കോട്ടെ, എന്തോ ചെയ്ത് ജീവിച്ചോട്ടെ. പക്ഷെ എന്തിനാണ് ഇങ്ങനെ വിവാദമാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവൻ പറയുന്ന മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദം തന്നെയാണ്. അതായത് അയാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എന്തൊക്കെ അയാൾ പറയുന്നത് ഇതിനിടയ്ക്ക് കണ്ടില്ലേ, എന്തോ ഒരു പള്ളി പൊളിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ ഇങ്ങനെ പലതും ഇങ്ങനെ ഈ ചെങ്ങായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് അവൻ്റെ സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഇവൻ പറയുന്നത് അത്രത്തോളം നിങ്ങൾ ഫെയിമൊന്നും കൊടുക്കണ്ട, അത് അത്രത്തോളം വലിയ കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ അങ്ങ് വിടുക, അതായത് ചെയ്യണ്ടു. അല്ലാതെ ഇതിൻ്റെ അകത്ത് പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞ് ഇതാക്കി അപ്പോഴാണ് അവന് കുറച്ച് ഇതെല്ലാം കിട്ടുന്നത്. ഇപ്പം അവൻ്റെ പേജ് അടിച്ചു പോയതിൻ്റെ സങ്കടം ഇപ്പം ഇതോടുകൂടി തീർന്നുമായിരിക്കും. കാരണം എന്താ പറയുക, ഇന്നലെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വരുന്ന പൊങ്കാലകൾ അത് തന്നെ അവനൊരു വലിയ സമാധാനമാണ്. ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു, അതായത് ഇവനെ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുടുംബക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവൻ്റെ ഭാര്യയായാലും കുടുംബത്തെ ആയാലും അവരെയൊക്കെ പുച്ഛത്തോടു കൂടിയല്ലേ നോക്കുവായിരുന്നു. ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്തിനാ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കത്തില്ലേ? എന്തോ എത്ര നാളായി ഇതേപോലെയായിരുന്നു. ഈ ചങ്ങായിക്ക് ഒന്നിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഇവൻ്റെ ജീവിത സാഹചര്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഉള്ള കാര്യം പറയാലോ, ബിഗ് ബോസിൽ മുതൽ ഇവൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഇത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഇവനെ താങ്ങി നിർത്താൻ അന്ന് കുറേ ആളില്ലോണ്ട് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവൻ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മറ്റേ ഷിജൂനി ആയാലും അല്ലെങ്കിൽ മറ്റുള്ളവരായാലും അവരൊക്കെ താങ്ങി നിർത്താനുള്ളതുകൊണ്ട് മാത്രമാണ് ഇവൻ കയറിപ്പോയിനി. അല്ലെങ്കിൽ ഇവൻ കയറാനായിരുന്നു നിങ്ങളൊന്നും പറയാറുണ്ട്. അപ്പം അന്നിപ്പം ഭയങ്കര ഒരു സംഭവമാണ്, ഇല്ലെങ്കിൽ ഒരു ഇതാണെന്നൊക്കെ എല്ലാവരും വിചാരിച്ചു. പിന്നീട് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഇവൻ ഇങ്ങനെയുള്ള ഒരാളായിരുന്നോ, ഞങ്ങൾക്ക് ആ തെറ്റുപറ്റിയതെന്ന് പിന്നെയാണ് ഇവർക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ അതൊരു ബോധരഹിതം പറയുന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരിക്കുക. അവനെന്തോ പറഞ്ഞു പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇതിലും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ മിണ്ടിയോ? അത് പറ. ഒരാളും മിണ്ടിയിട്ടില്ലല്ലോ. എന്നിട്ട് ഇവൻ എന്നാ പറയുന്നത് ഞാൻ വലിയൊരു സംഭവമാണ്, ഞാനെല്ലാം കണ്ടുപിടിച്ചാന്ന്. ഒരു തേങ്ങാക്കോലിയല്ല, മനസ്സിലാക്കണം നിങ്ങൾ. ഇവൻ പിന്നീട് ഏഷ്യാനെറ്റിലേക്ക് കയറൂല എന്ന് പറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ടില്ലേ? ഇവൻ കയറി അങ്ങോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് വെല്ലുവിളിച്ചിട്ടില്ല അവരാ, എന്നിട്ട് അങ്ങോട്ട് കയറി പോയിട്ടില്ലേ? അതാണ് ഈ ചങ്ങായിക്ക് എന്ന് പറഞ്ഞാൽ വാക്കിന് സ്ഥിരതയില്ല. ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുക, നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയുക. ഇനിയിപ്പോൾ ഇന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകുമ്പോഴേക്ക് 25 കൊല്ലം കഴിയും. അതായത് ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് 2050 നമ്മൾ നോക്കിയാൽ മതി ഇവൻ്റെ ഇന്നത്തെ പ്രസ്താവന അന്നാന്ന് നമുക്ക് മനസ്സിലാവുക. അത്രയും അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അതായത് അത്രയും ആയിട്ട് എന്നാ പറയേണ്ടത്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കിന് പോലും ഒരു വിലയില്ലാത്ത ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ബഹുമാനപ്പെട്ട സ്ത്രീകളോട്, നമ്മുടെ സഹോദരിമാരോടും എല്ലാവരോടും പറയുകയാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓനുമായിട്ട് കോമ്പ് കുറക്കണ്ട. ഓനൊന്നും അല്ല, അതാണ് ഓനൊരു രോമം, അത്രയേ ഉള്ളൂ പറഞ്ഞ്. ആ രോമം പോലെ അങ്ങ് കാണുക. നമ്മളിപ്പോൾ കുളിക്കുമ്പോഴൊക്കെ സോപ്പിലൊക്കെ പറ്റിയിരിക്കുന്ന രോമം ഉണ്ടാവില്ലേ, അത് അങ്ങ് തോച്ച് ഈ പിന്നെ എന്താ പറയുക കുറച്ച് വെള്ളം നനച്ച് അങ്ങ് പോവായിരുന്നു. ആ ഒരു രോമം അത് മാത്രം മതിയായിരുന്നു. ഇവനോടൊക്കെ പോയിട്ട് വെറുതെ ഓരോരുത്തർ ഇനി പിന്നെ ഓൻ്റെ വർത്താനം വേറെയും കേൾക്കണം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ഈ വാക്കും കേട്ടിട്ട് എന്തൊരു അവസ്ഥയാണെന്നാലും ചുഗ്രങ്ങൾ. അയ്യോ കഷ്ടം തന്നെയായിരുന്നു. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് രാത്രി ആവുകയും ചെയ്തു. ഞാനെന്നാൽ വീട് കുടിയടങ്ങാൻ നോക്കട്ടെ എന്നാൽ. അപ്പോൾ ഓക്കെ എന്നാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് മറ്റേ ഇത് ചെയ്തേക്കണേ എന്നാണ് പറയുന്നിട്ടില്ലപ്പാ. ആ ഹൈപ്പില്ലല്ലോ, അത് ഒന്ന് ചെയ്യാൻ.